ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്ക്വയർ യോക്കോട് കൂടിയതും പ്ലീറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തി ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് വശം കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തത്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തത്. നോർമലായിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യാറ്. ഇനി ആം ഹോള് മാർക്ക് ചെയ്തത് 7 ഇഞ്ചാണ്. അതിന് താഴേക്ക് ഇതുപോലെ എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് വരുന്നത് 9.5ഉം 1.5 എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 14 ഇഞ്ച് താഴെയായിട്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് 8.5ഉം 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് എത്രയാണ് 21ലാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഫുള്ളായിട്ടും വിട്ടിന് തുണിയുടെ ഫുൾ വിട്ടിന് അനുസരിച്ച് തന്നെ ഫ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച ശേഷം ചരിച്ച് വരച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ആ ഷേപ്പ് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ചരിച്ച് വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് എ ലൈനായിട്ട് ബാക്കിലെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് താഴെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പേസ്റ്റിംഗ് പേപ്പറിൽ 4.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ച് വീതിയും വരുന്ന ഒരു പേസ്റ്റിംഗ് പേപ്പറാണത്. 8 ഇഞ്ച് വീതിയും 4.5 ഇഞ്ച് ഇറക്കവും വരുന്ന രീതിയിലാണ് പേസ്റ്റിംഗ് പേപ്പർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോർഡറിൻ്റെ 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കാം. ബോട്ടത്തിൻ്റെ പീസായാലും മതി. ഇതിപ്പം സെയിം ആയിട്ട് തന്നെ ബോർഡറിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് യോക്കിൻ്റെ ഭാഗം. എന്നിട്ട് അത് ഇതുപോലെ നമുക്ക് ആ പേസ്റ്റിംഗ് പേപ്പറിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്കാലപ്പ് ഡിസൈനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. സെയിം ആയിട്ട് ഒരു തുണി കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം ആ സ്കാലപ്പിൻ്റെ ഡിസൈൻ ഒന്ന് തയ്ച്ചെടുത്ത ശേഷം തിരിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പം ഈ സ്കാലപ്പ് വേണമെന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും യോക്കിൻ്റെ ഭാഗം സ്ക്വയർ ആയിട്ടുള്ള നെക്കായിട്ടും വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്കാലപ്പിൻ്റെ ഡിസൈൻ കൊടുത്തതേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ചെടുക്കണം. ഇതിൽ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലെവൽ ചെയ്ത് വയ്ക്കാം. എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ യോക്കിൻ്റെ വിട്ട് വരുന്നത് തയ്ച്ച് കഴിയുമ്പോൾ 7 ഇഞ്ച് വരുന്ന രീതിയിലാണ് നെക്കിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ ആ നെക്ക് വിട്ട് വരുന്ന രീതിയിലാണ് യോക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. നമുക്ക് 1/2 ഇഞ്ച് വീതം ഈ താഴെ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതൊരു നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള അത്രയും ഭാഗമാണ്. ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി 4.5 ഇഞ്ചാണ് യോക്കിന് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ആയിരിക്കും തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ 5.5 ഇഞ്ച് വരുന്ന നെക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 9.5 ഇഞ്ച് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കണം. 9.5 ഇഞ്ച് നമുക്ക് ആ തയ്യൽ തുമ്പും കൂടി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗവും കൂടി മുകളിലായിട്ട് വരുന്ന രീതിയിൽ ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. നമ്മൾ ബാക്ക് പാർട്ടാണ് ഇപ്പോൾ മടക്കി അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിൽ ബാക്ക് പാർട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ആ സെൻറ്റർ ഭാഗം മടക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ മടക്കിൻ്റെ ഭാഗം 3.5 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ വിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ആ മടക്ക് ഭാഗം ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അതാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റായിട്ട് വരുന്നത്. ബാക്കി ഭാഗം എക്സ്ട്രാ വരുന്നത് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ നെക്ക് വിട്ട് വരുന്നത് നമുക്ക് 3.5 ഇഞ്ചാണ്.
ആ 3.5 ഇഞ്ചാണ് ആ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ ലൈന് ആ 3.5 ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണിയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിൻ്റെ ബാക്കി എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഷോൾഡർ കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴിയും അതേപോലെ തന്നെ ഷേപ്പിൻ്റെ ഭാഗമെല്ലാം ബാക്ക് പാർട്ട് പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഈ നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ സ്ക്വയറായിട്ട് 9.5 ഇഞ്ച് താഴേക്ക് ഇറക്കി ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെയിം ആയിട്ട് വരച്ച അതേ കൈക്കുഴി ബാക്ക് പാർട്ട് പോലെ തന്നെ നമുക്ക് സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സിന് വേണ്ടുന്ന തുണിയാണ് നമ്മൾ എക്സ്ട്രാ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു 9 ഇഞ്ചോളം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. അത് ഇതുപോലെ പ്ലീറ്റ്സ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. 7 ഇഞ്ച് വീതിയിലായിരിക്കും പ്ലീറ്റ്സ് തയ്ച്ച് കഴിയുമ്പോൾ വരേണ്ടത്. യോക്കിൻ്റെ വീതിയിൽ തന്നെ വരണം. അപ്പോൾ യോക്ക് എത്രയാണോ നമുക്ക് വേണ്ടത്, അതായത് നെക്കിൻ്റെ വിട്ട് സ്ക്വയർ നെക്കാണല്ലോ, അപ്പോൾ ആ സ്ക്വയർ നെക്കിൻ്റെ വിട്ട് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് തന്നെ താഴെയും വരുന്ന രീതിയിലാണ് സ്ക്വയറായിട്ട് തന്നെയാണ് നമ്മൾ യോക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിൽ പ്ലീറ്റ്സ് തയ്ച്ചെടുക്കുക. ഇനി 9.5 ഇഞ്ച് ലെങ്ത്തും 3.25 ഇഞ്ച് വീതിയിലും നമുക്കിതുപോലെ ഒന്ന് ഒരു സ്ക്വയറായിട്ടുള്ള നെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം വിഡ്ത്ത് വരുന്നത് 3.25 ലെങ്ത്ത് വരുന്നത് 9.5 അപ്പോൾ 1 ഇഞ്ച് വീതി എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് സാധാരണ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിൽ 3/4 ഇഞ്ച് വീതിയോ അല്ലെങ്കിൽ 1 ഇഞ്ച് വീതിയിലോ എക്സ്ട്രാ നമുക്ക് സൈഡ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് വേറൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ക്യാൻവാസിൻ്റെ മീതെ കൂടി ഒരു തവണ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചേക്കാം. അതിനുശേഷം നമുക്ക് അത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗത്ത് നെക്ക് 9.5 ഇഞ്ച് വന്നിട്ടില്ലേ, ആ ഭാഗത്ത് നമുക്ക് ഇത് വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം മറിച്ച് തയ്ച്ചു കൊടുക്കാം. ഈ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം മാത്രം കാണുന്ന രീതിയിൽ, അതായത് 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിൽ വെച്ചതിന് ശേഷം കറക്റ്റ് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തയ്ച്ചു കൊടുക്കാം. സ്ക്വയറായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ആ കോർണർ ഭാഗം ചെറിയൊരു കട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാം. ഇനി യോക്കിൻ്റെ ഭാഗം തയ്ച്ച് വെച്ച സ്ക്വയറായിട്ടുള്ള ഭാഗം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കറക്റ്റായി എഡ്ജ് ചേർത്തിട്ട് 7 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വരുന്ന രീതിയിൽ തന്നെ പിൻ ചെയ്ത് വെച്ച ശേഷം മുകളിൽ നിന്ന് തുടങ്ങി ഇതുപോലെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ലേസൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലേസ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കിട്ടും. തയ്ച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും 7 ഇഞ്ച് വിഡ്ത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം.
സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും ഉള്ള ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ലെങ്ത്തിന് വേണ്ടിയിട്ട് ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുണി എത്രയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് തുണി കുറവ് ആയതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് കുറവുള്ള സ്ലീവ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് ഒരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്തായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്ലീവിൻ്റെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഇതുപോലെ 2-3 ക്രോസ് പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണത്. ബാക്ക് നെക്ക് ഞാൻ ഒരു 2.5 ഇഞ്ച് മാത്രമേ കുഴിച്ച് വെട്ടിയിട്ടുള്ളൂ. 4 ഇഞ്ച് കൂടുതലായിട്ട് നിർത്തിയിട്ട് സൈഡ് ഭാഗം വിഡ്ത്ത് 4 ഇഞ്ച് കൂടുതലായിട്ട് നിർത്തിയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി ആ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഇതിനെ അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. മുകളിലൂടെ പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ പാർട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്ത ശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഇനി ബാക്കിലെ ആ ക്രോസ് പീസ് തയ്ച്ച ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി കൈക്കുഴിയെല്ലാം ഒന്നുകൂടി ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം ഒരു 1/2 ഇഞ്ച് ഒന്ന് താഴ്ത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു നെക്ക് തയ്ച്ച് കഴിയുമ്പോഴുള്ള വ്യത്യാസമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച ശേഷം വീണ്ടും ഒന്ന് എഡ്ജെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ടിലെ കൈക്കുഴി. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗം നോക്കി വെച്ച ശേഷം സ്ലീവ് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി അളവിനനുസരിച്ച് 2 സൈഡും തയ്ച്ചെടുക്കണം. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് മടക്കി തയ്ക്കുക കൂടി വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു.